ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കുള്ള സിലബസ് വന്നു. സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം 2024 ജൂലൈ 1 മുതൽ പുതിയ 3 ആക്ടുകൾ വന്നു. ഏതെല്ലാമാണ്? ഭാരതീയ ന്യായ സംഹിത അല്ലെ, IPCക്ക് പകരം BNS, അതുപോലെ CRPCക്ക് പകരം BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം. അങ്ങനെ 3 ക്രിമിനൽ നിയമങ്ങൾ പുതിയതായിട്ട് ഇന്ത്യയിൽ വന്നതുകൊണ്ട് തന്നെ ഈ CRPCയും IPCയും നമ്മുടെ എവിഡൻസ് ആക്ടും എല്ലാം CPO സിലബസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു 2025 സിലബസ് എങ്ങനെ മാറുമെന്നുള്ളത്. കാരണം ജൂലൈ 1 മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം BNSഉം BNSSഉം BSIയും എല്ലാം ബാധകമായിരിക്കുന്ന സമയത്ത് ജൂലൈ 1 മുതൽ വരുന്ന കേസുകളിലാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെല്ലാം വരുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 20 ക്ലോസ് 2 പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 20 ക്ലോസ് 1 പറയുന്നുണ്ട് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ അല്ലെ, ക്രിമിനൽ കേസുകളിൽ മുൻകാല പ്രാബല്യത്താൽ നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മുടെ മൗലിക അവകാശമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുപ്രകാരം ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷനുകളെല്ലാം വരുന്നത് ജൂലൈ 1 ശേഷം വരുന്ന ക്രിമിനൽ കേസുകൾ ഏതൊക്കെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ മാത്രമായിരിക്കും BNSന്റെ പ്രൊവിഷൻ പ്രകാരമുള്ള FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പെല്ലാം ഏതെല്ലാം ക്രൈമുകൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം IPC സെക്ഷൻ പ്രകാരം തന്നെയാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുക. നിലവിൽ ട്രയലുകളെല്ലാം അത്തരം കേസുകളെല്ലാം കോടതി ട്രയലുകൾ നടത്തുന്നതെല്ലാം തന്നെ IPC സെക്ഷൻ പ്രകാരം തന്നെയാണ്. ഓക്കെ, അപ്പോ അവിടെയാണ് നമുക്ക് സംശയം വന്നത്. CPO സിലബസ് വരുമ്പോൾ CPOക്കാരപ്പോ എന്തായാലും പോലീസുകാർ എന്തായാലും അടുത്തൊരു 10-15 വർഷത്തേക്കെങ്കിലും IPC മറക്കാനൊന്നും പറ്റില്ല. കാരണം IPC ആവശ്യമായിട്ട് വരും. സോ IPCയും BNSഉം ഒരുമിച്ച് പഠിക്കണോ, ഏതെങ്കിലും ഒരെണ്ണം മതിയോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളും ഈ സിലബസ് വന്നതോടുകൂടി മാറിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സിലബസിലെ മറ്റു ഭാഗങ്ങളിലൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല. ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ആനുകാലികം, ഇതെല്ലാം സെയിം തന്നെ. then സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള 20 മാർക്കാണ് മാറിയിരിക്കുന്നത്. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം, വെറുതെ സമയം കളയണ്ട. നേരെ സിലബസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം വരുന്നു ഭാരതീയ ന്യായ സംഹിത. ഇതിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ സിലബസ് ആയിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. പണ്ട് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നില്ല, ഡയറക്ട്ലി ജനറൽ എക്സെപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജനറൽ എക്സ്പ്ലനേഷൻ അല്ല, ജനറൽ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻ, അതുകൂടാതെ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. 2 പോയിന്റുകൾ ഉണ്ട് പഠിക്കാം. ഇവിടെ ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ സിലബസിൽ ജനറൽ എക്സെപ്ഷൻസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. അപ്പോ ഡെഫിനിഷൻസ് കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് സെക്ഷൻസ് സിമ്പിൾ ആണ്, അത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചൈൽഡിന്റെ നിർവചനം എന്താണ്, BNS പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്, 13 years old ആയിട്ടുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുട്ടിയാണ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമാണ് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഭാഗമാണ് ഡെഫിനിഷൻ. എക്സ്ട്രാ വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്, സെക്ഷൻസ് മാറി. BNSന്റെ സെക്ഷൻ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, IPCയുടെ സെക്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് എടുത്ത് പറഞ്ഞേ. കാരണം 2024 ഈ കൺഫ്യൂഷൻ വന്നതുകൊണ്ട് തന്നെ CPOന്റെ സിലബസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സെക്ഷൻസ് എടുത്ത് കളഞ്ഞിട്ടാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് ഇറക്കിയത്. അതിനു മുമ്പത്തെ വർഷം സെക്ഷൻസ് ഉണ്ടായിരുന്നു IPCയിൽ, കഴിഞ്ഞ വർഷം സെക്ഷൻസ് ഇല്ല. എന്താണോ അതിനകത്തുള്ള ഈ സൈഡിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല, BNSന്റെ സെക്ഷൻസ് ഹെഡിങ് ഭാരതീയ ന്യായ സംഹിത എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ IPC കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോ BNSന്റെ ഈ സെക്ഷനുകൾ നമുക്ക് ജനറൽ എക്സെപ്ഷൻസിനകത്ത് വരുന്നുണ്ട്. IPCയുടെ ആർട്ടിക്കിൾ സെക്ഷൻ 76 മുതൽ 106 വരെ ഉണ്ടായിരുന്ന സെക്ഷൻസ് എല്ലാം എടുത്ത് ഇപ്പോൾ ഇവിടെ 14 മുതൽ 44 വരെയുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കേണ്ടത്. അടുത്ത ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്, ഇവിടെ ഹെഡിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മുമ്പ് ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഭാഗത്താണ് റേപ്പ് ആർട്ടിക്കിൾ സെക്ഷൻ 376 ഒക്കെ വന്നിരുന്നത്. ആ സെക്ഷൻ 376 മാറി ഇപ്പൊ പുതിയ സെക്ഷൻസ് വന്നു. 63 to 66 ആണ് നമ്മുടെ റേപ്പ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അപ്പോൾ അതെല്ലാം എവിടെ കൊണ്ടുവന്നിട്ടു, ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡിനകത്ത് ആ ഒരു ഹെഡിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള ഭാഗത്തുണ്ടായിരുന്ന ചില ഭാഗങ്ങള് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്നുള്ള ഭാഗത്തേക്ക് മാറി വന്നിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. ചെറിയ പുതിയ പോയിന്റുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട് അഡ്ഹോക്ക് ലേണിംഗിനകത്ത്, ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഹ്യൂമൻ ബോഡിക്ക് അഗൈൻസ്റ്റ് ഉള്ള മർഡർ, കൾപ്പബിൾ ഹോമിസൈഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്.
അതിന്റെ എല്ലാം സെക്ഷൻസ് മാറി. റോങ്ഫുൾ അറസ്റ്റ്, അതുപോലെ കൺഫൈൻമെന്റ്, ഇതിന്റെയൊക്കെ സെക്ഷൻസ് നമ്മുടെ മാറിയിട്ടുണ്ട് കേട്ടോ. കിഡ്നാപ്പിംഗ് എല്ലാം മാറിയിട്ടുണ്ട്. ദെൻ പുതിയൊരു ഭാഗമാണ് പബ്ലിക് ട്രാങ്ക്വിലിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ്. മുമ്പ് സിലബസിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം അൺലോഫുൾ അസംബ്ലി, റയോട്ടിംഗ്, അഫ്രേ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള പബ്ലിക് ട്രാങ്ക്വിലിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഒഫൻസസ്, ഇത്തരം ഒഫൻസുകളും കൂടിയും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ സിലബസിലുണ്ട്. എളുപ്പമാണ്, ചെറിയ കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. എന്തായാലും ആസ് എ പോലീസുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പിടിച്ചു വെക്കേണ്ട ഭാഗമാണ് ഈ ഒരു ഭാഗം. മുമ്പത്തെ സിലബസിൽ എന്തുകൊണ്ട് മിസ്സായി എന്ന് പറഞ്ഞോളാം, എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്. ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. പബ്ലിക് സർവൻസിനെ റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒഫൻസസ് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അത് പുതിയതായിട്ട് നിങ്ങൾക്ക് സിലബസിൽ ആഡ് ചെയ്ത് പുതിയ ഹെഡാണ് അതൊക്കെ. അടുത്ത ഒഫൻസസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ്. ഈ ഒഫൻസസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി മുമ്പ് ഉണ്ടായിരുന്ന തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, അതുപോലെ റോബറി, ഡെക്കോയിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്ന. ഇവിടെ പുതിയതായിട്ട് വന്ന വേർഡാണ് സ്നാച്ചിങ്. സ്നാച്ചിങ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്ഷൻ 304 വരുന്ന സ്നാച്ചിങ് എന്ന് പറയുന്നത് പണ്ട് IPC അകത്ത് അങ്ങനെ സെക്ഷനേ ഇല്ല. പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത സെക്ഷൻ ആണ് സ്നാച്ചിങ്, സെക്ഷൻ 304. പണ്ടത്തെ 304 ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയേ വേണ്ട. കാരണം അന്ന് 304 എന്ന് പറയുന്നത് ഒഫൻസസ് അഗേൻസ്റ്റ് ബോഡിയിൽ വരുന്ന ഭാഗമായിരുന്നു 304. ആ ഒരു ഓർഡറിലേ പഠിക്കണ്ട, ഈ ഓർഡർ മൊത്തം മാറി. ഓക്കെ, സോ BNS-നകത്ത് സ്നാച്ചിങ് എന്ന് പറയുന്ന പുതിയൊരു ഒഫൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒഫൻസസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ. ഓക്കെ, അപ്പൊ തെഫ്റ്റ് ഉണ്ട്, സ്നാച്ചിങ് ഉണ്ട്, എക്സ്റ്റോർഷൻ ഉണ്ട്, റോബറി ഉണ്ട്, ഡെക്കോയിറ്റ് ഉണ്ട്. ഇതെല്ലാം കളവ് തന്നെയാണ്, പലതരത്തിലുള്ള കളവുകളാണെന്ന് മാത്രം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ BNS കഴിഞ്ഞു, ഭാരതീയ ന്യായ സംഹിത കഴിഞ്ഞു. അപ്പോൾ മാറ്റങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വെൽക്കമിംഗ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ദെൻ അതിന്റെ പാർട്ട് 2 3 മാർക്കാണ്. അപ്പോൾ BNS-ന്റെ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. BNS-ന്റെ നമുക്ക് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും മാറ്റമില്ല. 4 മാർക്കാണ് BNS-ന് വരുന്നത്. 3 മാർക്കാണ് CRPC-യുടെ പുതിയ വേർഷനായിട്ടുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്ക് വരുന്നത്. അവിടെയും ആദ്യം എന്ത് വരുന്നുണ്ട്, ഡെഫിനിഷൻസ്. അത് മുമ്പ് കഴിഞ്ഞ സിലബസിൽ ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ സിലബസിൽ വെയിലബിൾ ആൻഡ് നോൺ വെയിലബിൾ ഒഫൻസസ്, കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. കാരണം BNSS-നകത്ത് പുതിയ സെക്ഷനുകൾ വന്നു. ഓഡിയോ വീഡിയോ, അതാ കണ്ടോ, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറയുന്ന ടേംസ് നമ്മുടെ ഈ ഒരു ആക്ടിനകത്ത് BNSS-നകത്ത് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. സോ അതിന്റെ ഡെഫിനിഷൻ ഒബ്വിയസ്ലി നമ്മൾ പഠിച്ചിരിക്കണം. സോ അങ്ങനെയുള്ള കുറച്ച് പുതിയ ഈ ഒരു ഡെഫിനിഷനുകൾ ഉൾപ്പെടെ ഈ ഡെഫിനിഷൻ പാർട്ട് വരുന്നുണ്ട്. എളുപ്പമാണ് ഡെഫിനിഷൻ പാർട്ട്. ദെൻ പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ് ആൻഡ് ദ പോലീസ്. ഇത് പുതിയൊരു ഭാഗമാണ്. ഓക്കെ, ഇത് മുമ്പ് CRPC-ക്ക് അകത്ത് CRPC-യിൽ ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതെല്ലാം CRPC-യിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. ഈ ഭാഗം കൂടി നമ്മുടെ സിലബസിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അറസ്റ്റ് ഓഫ് പേഴ്സൺ, അറസ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നു തന്നെയാണ്. അറസ്റ്റ് ഓഫ് പേഴ്സൺ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സമ്മൻസ് ആൻഡ് വാറന്റ്, ഇതും കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഉണ്ടായിരുന്നതാണ്. സമ്മൻസ് ആൻഡ് വാറന്റ്. സെർച്ച് ആൻഡ് സീഷർ മുമ്പത്തെ സിലബസിൽ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഹെഡിൽ ഉണ്ടായിരുന്നില്ല. സോ സെർച്ച് ആൻഡ് സീഷർ പുതിയതായിട്ട് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആസ് എ പോലീസ് ഓഫീസർ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് സെർച്ച്, സീഷർ മാസ്റ്റർ തയ്യാറാക്കുന്നതും സെർച്ച് പോകുന്ന ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ക്രൈം സീൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു പോലീസുകാരൻ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട, പ്രൈമ ഫാസി ചെയ്തിരിക്കേണ്ട, ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ തന്നെ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സെർച്ച്, സീഷർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ. സോ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞാലും പഠിക്കേണ്ടതാണ്. സോ കുറച്ച് മുമ്പേ പഠിക്കുക എന്ന് വിചാരിച്ചാൽ മാത്രം മതി, ഇതിനെ ടഫ് ആയിട്ട് എടുക്കണ്ട. അതുപോലെ മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി, ഇത് പുതിയൊരു ഭാഗമാണ്. ഓക്കെ, കുറച്ച് മുമ്പ് അൺലോഫുൾ അസംബ്ലിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇതിനകത്ത് BNSS-നകത്ത് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാം. ദെൻ അതുപോലെ തന്നെ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ്, ഇതും പുതിയ ഭാഗമാണ്. പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ് എന്ന് പറയുന്നതും പുതിയ ഭാഗമാണ് വരുന്നത്. എങ്ങനെയാണ് ഓർഗനൈസബിൾ ഒഫൻസസ് പ്രിവെന്റ് ചെയ്യുക, പോലീസ് ഓഫീസർ എങ്ങനെയാണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സെക്ഷൻസ് ആണ്. ദെൻ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇത് മുമ്പത്തെ സിലബസിൽ ഉണ്ടായിരുന്ന ഭാഗം തന്നെയാണ്, സെക്ഷൻസ് മാറി എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയാണ് BNSS-ൽ വരുന്നത്. 3 മാർക്കാണ്. ഇനി 2 മാർക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതിന്റെ പുതിയ ഭാഗമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. പഠിക്കുക, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇതിൽ നിന്ന് 2 മാർക്ക്. ആദ്യം കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡെഫിനിഷൻ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യം ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ സിലബസിൽ ഡെഫിനിഷൻ ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഡെഫിനിഷനുകൾ കറക്റ്റ് ആയിട്ട് സെക്ഷനുകൾ എടുത്ത് എന്താണ് ഡോക്യുമെന്റ്, എന്താണ് എവിഡൻസ്, എന്താണ് ഫാക്ട്സ് ഇൻ ഇഷ്യൂ, എന്താണ് റെലവൻസി, എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ കൺഫെഷനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസസ്, ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇങ്ങനെ ആയിരുന്നില്ല, ഹെഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന്റെ പോയിന്റ് അതിൽ എഴുതിയിരിക്കുന്ന ഹെഡ് വേറെയായിരുന്നു, പക്ഷെ പോയിന്റുകളെല്ലാം പഠിക്കാനുള്ള ഭാഗങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺ
വെൻ റെലവെന്റ് എന്ന് പറയുന്നത്. എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഉണ്ടായിരുന്ന സിലബസിൽ ഉണ്ടായിരുന്ന ഭാഗം തന്നെയാണിത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയാണ് BNS-നകത്ത്, BSA-ക്കകത്ത്, ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിനകത്ത് വരുന്നത്. ഇപ്പൊ 3 പുതിയ ആക്ടുകൾ കൃത്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എടുക്കാവുന്ന ഭാഗങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കേരള പോലീസ് ആക്ട്, NDPS ആക്ട്, പോക്സോ ആക്ട്, IT ആക്ട്, RT ആക്ട്, ഇതെല്ലാം നോർമൽ സിലബസിൽ ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ സെക്ഷനുകൾ ബെയർ ആക്ട് ഉപയോഗിച്ച് പഠിക്കുക. നിങ്ങൾ ഗൈഡുകൾ ഉപയോഗിക്കാതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബെയർ ആക്ടുകൾ ഉപയോഗിക്കുക. നമ്മൾ അഡ്ഹോക് ലേണിംഗിനകത്ത് ഉഗ്രം എന്ന് പറയുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. ഇതിനകത്ത് CPO-ന്റെ സിലബസ് ക്ലാസ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കുകളിലെ ഈ ഭാഗങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളിലെല്ലാം നമ്മൾ എടുക്കുന്നത് ഒന്നാമത് ആസ് എ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു BNS, BSA, അതുപോലെ തന്നെ BNSS, ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ അഡ്വക്കേറ്റ് പോയിന്റ് ഓഫ് വ്യൂവില് ഞങ്ങൾ എങ്ങനെയാണോ കോടതിയിൽ ഞങ്ങൾ ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ബെയർ ആക്ട് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബെയർ ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിഞ്ഞൂടെ? ബെയർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന ആ നിയമം അതേപടി കിട്ടുന്നതിനാണ് ബെയർ ആക്ട് എന്ന് പറയുന്നത്. ആ ബെയർ ആക്ട് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ, അല്ലാതെ സാധാരണ ഗൈഡ് ഉപയോഗിച്ചിട്ടായിരിക്കില്ല. ബെയർ ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ പോവുകയാണ്. സോ അഡ്ഹോക് ലേണിംഗിനകത്തുള്ള ആപ്പിനകത്തുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്ഹോക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ 1199 രൂപ മാത്രമാണ് CPO-ന്റെ കോഴ്സിന്റെ പ്രൈസ് വരുന്നത്. ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോ അഡ്ഹോക്കിനോടൊപ്പം പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ ബെയർ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് വായിച്ച് മനസ്സിലാക്കി നിരന്തരമായി റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ റിവിഷൻ മസ്റ്റ് ആണ്. റിവിഷൻ ഇല്ലാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.